ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ചില വ്യക്തികളെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്തതായിട്ടുണ്ടാവും. നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും തന്നെ ആലോചിക്കേണ്ടെന്ന് വിചാരിച്ചാൽ പോലും അവരുടെ മെമ്മറീസ്, അവർ ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുന്നുണ്ടായിരിക്കും. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്? ഇപ്പോഴും ആ ഒരു കണക്ഷൻ സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്തിനാണ്? നിങ്ങൾ എന്ത് പഠിപ്പിക്കാനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്? അതുപോലെ എന്താണ് യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യം? യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യം? ഈ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളതൊന്ന് പറഞ്ഞു വിടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റീഡിംഗ് കാണുന്നതെങ്കിൽ ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ കുറേ ആളുകളുടെ കളക്റ്റീവ് എനർജി നോക്കിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അക്യുറേറ്റ് ആയിട്ട് വരും റീഡിങ്ങുകൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ റീഡിംഗ് കാണുകയാണെങ്കിൽ ഏത് വ്യക്തിയാണ് ഇതെന്നും അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ തിരിച്ചറിവ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് സമയങ്ങളായ റീഡിങ്ങിലേക്ക് കടക്കാം. 7 ക്വസ്റ്റ്യൻസ് ചാരോയോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം. അപ്പം എന്താണ് ഈ ഒരു വ്യക്തിയോടുള്ള ഒരു സ്ട്രോങ് അറ്റാച്ച്മെൻറ്റിന് കാരണമായിട്ടുള്ളത്? കാർഡ് നമ്പർ 1. ആൻഡ് ഈ ഒരു ബോണ്ട് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ ഒരു ബോണ്ട് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്തത്? നിങ്ങൾക്കിടയിൽ ഇപ്പോഴെങ്ങനെയാണ് ആ ഒരു ബന്ധം എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തിനാണ് വന്നിട്ടുള്ളത്? ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ എന്തിനാണ് വന്നിട്ടുള്ളത്? ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരാനായിരിക്കും, പഠിപ്പിക്കാനായിരിക്കും. എന്ത് എനർജിയാണ് ഇപ്പോഴും നിങ്ങളെ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് വലിച്ചു കൊണ്ടിട്ടിരുന്നത്? ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും. സോ അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം, ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ വിട്ടുകളയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ്? യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ അറിയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, സോ നമ്മൾ കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇൻ്റർപ്രെറ്റ് ചെയ്യാം. എനിവേ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏതായാലും നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അല്ലെങ്കിൽ നിങ്ങളൊരു മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ എന്താണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റിന് കാരണം? ഓക്കെ, നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് വേണം കരുതാൻ. ആൻഡ് ഈ ഒരു ഇമോഷണൽ ബോണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ഒരു ഡബിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് എന്തിനാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്? നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കിടയിൽ ഇപ്പോഴും റിസോൾവ് ചെയ്യാത്ത ചില എനർജികളുണ്ടോ? അല്ലെങ്കിൽ എന്ത് എനർജിയാണ് ഈ ഒരു വ്യക്തിയിലേക്ക് നിങ്ങളെ വലിച്ചടുപ്പിക്കുന്നത്? ഷുവർ. ഇനി നിങ്ങളുടെ ചില കാര്യങ്ങൾ, ചില ഓർമ്മകളൊക്കെ സ്റ്റിൽ ഇപ്പോഴും അവരോടൊരു ഹോൾഡ് നിങ്ങൾക്കുണ്ട്. അതെന്താണ്? നിങ്ങൾ ഇതുവരെയും മൂവ് ഓൺ ചെയ്തിട്ടില്ലെന്ന് വേണം കരുതാൻ. ആൻഡ് ഈ ഒരു ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റം. കിങ് ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്ത് മെസ്സേജാണ് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഈ സ്ട്രോങ് അറ്റാച്ച്മെൻറ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് അല്ലേ? അത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ കുറേ എഫേർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയെ അതുപോലെ നിങ്ങളുടെ ക്ഷമയൊക്കെ പരീക്ഷിച്ച പല സന്ദർഭങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് കൂടെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്നിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ ഇവരെ കൂടെ കൂട്ടി പഠിക്കാനായിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്തും അവർക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ടഫ് ടൈമിൽ പോലും, നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് പോലും നിങ്ങൾ ഇവരെ മറന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി കൂടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെയല്ല. നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ളപ്പോൾ പോലും നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ അവരുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ കാര്യം അല്ലെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആവണമെന്ന് വിചാരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എഫേർട്ട് സക്സസ്ഫുള്ളി ഡെലിവേർഡ് ആയില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുത്ത ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് അവിടെ വാല്യൂ ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് വിചാരിച്ച രീതിയിൽ ഒന്നും തന്നെ ഇത് പ്രതിഫലിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. ഓക്കെ, ഒരു സ്ലോ ആയിട്ട് നിങ്ങളിതിൽ മാറ്റങ്ങൾ വന്നോളൂ നിങ്ങൾ വിചാരിച്ച് കുറേ സമയത്ത് ഇരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഈ ആളിലേക്ക് നിങ്ങളുടെ ഒരു ഫോക്കസ് ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ അറിയാതെ പോലും ഈ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അറിയാതെ നിങ്ങളുടെ ഫോക്കസ് അങ്ങോട്ട് പോകുന്നു, ഈ ഒരു വ്യക്തിയിലേക്ക് ഫോക്കസ് നിങ്ങൾ പോകുന്നുണ്ടെന്ന് വേണം കരുതാൻ. നിങ്ങൾ ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഒബ്സഷൻ ഒന്നുമല്ല, നിങ്ങൾ ആ ഒരു ഭയങ്കര അഭിനിവേശം തോന്നുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതായത് മാനസികമായിട്ടും ആണെങ്കിലും ശരി, അവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ബോണ്ട് നിങ്ങൾക്കിപ്പോൾ അവരോടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു അത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി അല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് അവരോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഈ ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്നത് അവരുടെ ഒരു മെൻ്റൽ തടവറയിൽ, അതായത് മാനസികമായിട്ട് നിങ്ങളെ ഒരു തടവറയിൽ ഇടുന്ന പോലത്തെ ഒരു എനർജിയാണ്. അവരെക്കുറിച്ച് നിങ്ങളിങ്ങനെ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾ ഒരിടത്തും എത്തില്ല, അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അവർ പെരുമാറുന്നുണ്ടെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴോ ഒരു മൈൻഡ് പാറ്റേൺ അവർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു അങ്ങനെ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ട്രോങ് അട്രാക്ഷൻ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അവരിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അപ്ഡേറ്റ്സ് അറിയാനും ഒക്കെ ഒരു സ്ട്രോങ് അട്രാക്ഷൻ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അവരോടുണ്ട്. ഈ ഒരു ഡബിൾ കാർഡിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് സോ ഒരു ഡിപ്പെൻഡൻസി പാറ്റേൺ ഉണ്ട്. ഒരാളില്ലാതെ മറ്റേ ആൾ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് എങ്ങനെയോ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കംപ്ലീറ്റ്ലി ഇത് ലെറ്റ് ഗോ ചെയ്ത് കളയാൻ, അതായത് കംപ്ലീറ്റ്ലി ഓർമ്മകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയാനായിട്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളെ കൊണ്ട് പോസിബിൾ അല്ല എന്നവർ മനസ്സിലാക്കിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ അവരെ കൊണ്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇവരെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഈ ബോണ്ട് നിങ്ങൾ സബ് കോൺഷ്യസ്ലി എക്സിസ്റ്റ് ചെയ്യുന്നു. അതായത് പുറമേ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് ചിലപ്പോൾ കാണില്ല, നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കില്ല, നിങ്ങൾ നേരെ കണ്ടാപ്പോഴും ചിലപ്പോൾ മിണ്ടില്ലായിരിക്കും. ഓക്കെ, പക്ഷേ സബ് കോൺഷ്യസ്ലി ഈ ഒരു ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു മൂവ് ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഹാപ്പി സ്റ്റേറ്റിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ ഈ ഒരു വ്യക്തി അവിടെ നിങ്ങൾക്കൊരു മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇവരും ഇതേ രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരിക്കും. ഈവൻ നിങ്ങളോട് ഡയറക്റ്റ്ലി ഒരു കാര്യങ്ങളും ചോദിച്ചില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ഇൻഡയറക്റ്റ് വേ കൂടെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കും, മറ്റൊരാളോട് അന്വേഷിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും റിക്കവർ ആയിട്ടില്ല, നിങ്ങൾ ഹാപ്പി ആയിട്ടില്ല എന്ന് അവർ ഉറപ്പ് വരുത്തുന്നുണ്ടായിരിക്കും. അവർ നിങ്ങളെ ഫീൽ ചെയ്യിക്കുന്നത് അവർ നിങ്ങളെക്കാൾ ഒരുപടി മുകളിലാണ്, അവർക്കൊപ്പം നിങ്ങൾ എത്തില്ല, അല്ലെങ്കിൽ അവരില്ലാതെ നിങ്ങൾ ഒരിടത്തും സക്സസ് ആവില്ല എന്നുള്ള രീതിയിൽ ഒരു മെൻ്റൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളിലേക്ക് എപ്പോഴൊക്കെയോ അവർ ഇംപ്രിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. സോ നിങ്ങളിപ്പം വെദർ നിങ്ങളിപ്പോൾ കോൺടാക്റ്റിലുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ഇറ്റ്സ് നോട്ട് എ പ്യുവർ എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി അല്ല. ഓക്കെ, ഇതിൽ സം സോർട്ട് ഓഫ് അഡിക്ഷനോ സം സോർട്ട് ഓഫ് എന്താ പറയുക ഒരാൾ മറ്റേ ആൾക്ക് വിധേയപ്പെട്ടു എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇവൻ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും ശരി, ഈ ഒരു ഫ്രണ്ട് ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും അത് ശരിയാവില്ല, അല്ലെങ്കിൽ അത് ശരിയാവരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സക്സസ്സിലേക്ക് പോവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് അവർ ഉറപ്പ് വരുന്നുണ്ടായിരിക്കും ഓരോ സമയത്തും. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വ്യക്തി വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസികമായിട്ട് എങ്ങനെ ഓണസ്റ്റ് ആയിട്ടിരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഒരു വ്യക്തിയെ അൺകണ്ടീഷണൽ ആയിട്ട്, നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, വളരെ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾ അവരോട് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട്, അതായത് അവർ രക്ഷപ്പെടണം, അല്ലെങ്കിൽ അവരും കൂടി രക്ഷപ്പെട്ടോട്ടെ എൻ്റെ കൂടെ എന്ന് വിചാരിച്ചായിരിക്കും നിങ്ങൾ പല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക. യാതൊരു കൺട്രോളും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വെച്ചിട്ടുണ്ടാവില്ല. അതായത്
നിങ്ങളുടെ ഒരു സുഹൃത്താണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മൂന്നാമതൊരാൾ നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, ആ ഒരു വ്യക്തിയുമായിട്ട് ഈ രണ്ടാമതുള്ള ഈ വ്യക്തിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ ഫ്രീ മൈൻഡഡ് ആയിട്ടാണ് ഇതിനെ ഇടപെട്ടത്, അല്ലാതെ യാതൊരു കൺട്രോളും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല. അവർക്ക് മാനസികമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതായത് ശരിക്കും നിങ്ങൾ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതല്ല നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, എങ്ങനെയുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ ഒരു റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്ന ഫ്രീഡം, അതാണ് നിങ്ങൾ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നിങ്ങളിവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ഇത്. ഈ ഒരു വ്യക്തിയും തിരിച്ച് നിങ്ങളോട് അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ കാര്യങ്ങളും പല കാര്യങ്ങളും പല രീതിയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അത്ര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത്. നിങ്ങൾ ശരിക്കും ആത്മാർത്ഥതയോട് തന്നെയാണ് ഈ ഒരു വ്യക്തിയെ സമീപിച്ചതും ഇഷ്ടപ്പെട്ടതും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെറിയ കാര്യങ്ങൾ. അതായത് അവരെ ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ജെനുവിനായിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തത്, സ്റ്റിൽ അവർ നമ്മളെ ആ ഒരു രീതിയിലല്ലല്ലോ കണ്ടതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾ അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. നിങ്ങൾക്കിടയിലുള്ള ഒരു എന്താ പറയുക, പൂർത്തിയാക്കപ്പെടാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ കുറേ ഇമോഷണൽ എക്സോഷൻ ഉണ്ട്. ലൈക്ക് നിങ്ങൾ കുറേ കാര്യങ്ങൾ അമിതമായിട്ട് ചിന്തിച്ചു കൂടുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ കാണിച്ച ഒരു എഫേർട്ട് കാണിച്ചിട്ടില്ല. ആ ഒരു വ്യക്തി ഇത് കടന്നു പോയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ അവർ ഓവർകം ചെയ്തിട്ടുണ്ടെന്ന് കാണാം. പക്ഷേ ഇതിൻ്റെ മൊത്തം ബേർഡനും നിങ്ങൾ ചുമന്നോട് നടക്കുകയാണ്. അവരൊരു ടൈമിൽ, ഒരു പ്രത്യേക ടൈമിൽ മാത്രം എൻജോയ് ചെയ്യാൻ കിട്ടിയ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടി കണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിയിലായിരിക്കും നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങളാണിപ്പോൾ ഇതിൻ്റെ ഇമോഷണൽ ബേർഡൻ ചുമന്നോട് നടക്കുന്നത്. കാരണം നിങ്ങളവിടെ വളരെ റിയൽ ആയിരുന്നു. അവർ പൂർണ്ണമായിട്ട് അവർ റിയൽ സെൽഫ് നിങ്ങളെ കാണിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളിവിടെ കംപ്ലീറ്റ്ലി അവരോട് റിയൽ ആയിട്ടാണ് പെരുമാറിയത്. ഓക്കെ, അവരോട് എന്താ പറയുക, ഒരു അസൂയ തോന്നിയാൽ പോലും അസൂയ തോന്നിയെന്ന് തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വ്യക്തിക്ക് തിരിച്ച് അങ്ങനെ ആയിരുന്നില്ല. സോ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഇമോഷണൽ ബേർഡൻ കൊണ്ട് നടക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ. ഇതുവരേക്കും നിങ്ങൾ താഴെ വെച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ലോങ് ഗ്യാപ്പ് കാണും, ഒരുപാട് വർഷങ്ങളുടെ ഗ്യാപ്പ് കാണും നിങ്ങൾ തമ്മിൽ. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ബേർഡൻ കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നെന്ന് വേണം കരുതാൻ. ഓക്കെ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ഓവർ ഗിവ് ചെയ്തിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് തന്നതുപോലെയല്ല. ഇതിലൊരു റീയൂണിയൻ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയെക്കുറിച്ചല്ല. അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ആ ഒരു രീതിയിലുള്ള ഒരു എനർജി തിരിച്ച് കിട്ടിയിട്ടില്ലെന്ന് വേണം കരുതാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. സോ എന്തിനാണ് ഇതൊക്കെ ചെയ്തത് എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. സ്റ്റിൽ ഇപ്പോഴും നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വളരെ പെട്ടെന്ന് വാക്ക് അവേ ചെയ്തു, നിങ്ങൾ ഇതുവരെയും മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അവർ വളരെ പെട്ടെന്ന് വാക്ക് അവേ ചെയ്തു. നിങ്ങളവിടെ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി ഒറ്റപ്പെട്ടു എന്ന് വേണം കരുതാൻ. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളെ കടന്നു പോയിട്ടുണ്ടാവുക. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊന്നും പറഞ്ഞ് സോൾവ് ചെയ്തിട്ടല്ല നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, സ്റ്റിൽ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഏതായാലും നിങ്ങൾ തമ്മിലുള്ള ഈ ഗ്യാപ്പിൽ അവർ ഒന്നും ഇത് സോൾവ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞ്, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടായാലും പറഞ്ഞ് അവസാനിപ്പിച്ച് പോകുന്നത് പോലെയല്ല അവർ പോയിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർക്കിടയിൽ പരത്തി അവർ വിഡ്രോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാ കുറ്റങ്ങളും നിങ്ങളുടെ തലയിൽ വെച്ച് അവർ വിഡ്രോ ചെയ്തു. ഒരു 10 ഓഫ് വൺസിൻ്റെ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറേ ഇമോഷണൽ ബേർഡൻ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. നിങ്ങളുടെ മനസ്സിൽ പല ഉത്തരങ്ങളും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇവരെന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് പോലുള്ള ഉത്തരങ്ങൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. നിങ്ങൾ പല കാര്യങ്ങളുടെയും ഉത്തരം കണ്ടെത്താൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ അത് സെർച്ച് ചെയ്യുന്നുണ്ട്. പല ഉത്തരങ്ങളും കണ്ടെത്താൻ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് ആലോചിക്കും ഇപ്പോഴും എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമായിരിക്കും കൂടുതലും. എന്തുകൊണ്ട് ഇവരെങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അവരെങ്ങനെ പെരുമാറി, അവരോട് ഞാൻ എന്ത് ചെയ്തു, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. അവർക്ക് അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെയും സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ടും പറ്റുന്നില്ല. ഈ ഉത്തരങ്ങളാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ഉത്തരങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഉത്തരങ്ങൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു വേണം കരുതാൻ. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ എടുത്ത് കളയുകയാണെങ്കിൽ, ഇതൊക്കെ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നാമത് നിങ്ങൾ ഒരു എന്താ പറയുക, മെൻ്റലി കുറച്ചൊരു ഇത് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ 8 ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ ചില റിയാലിറ്റീസ് ഉൾക്കൊള്ളാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്തത് എന്ന് അത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കുന്നതല്ലാത്ത ചില സത്യങ്ങൾ അറിയുമ്പോൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടാകും. ഒരു മെൻ്റൽ കയോസിലൊക്കെ ഒന്ന് പോയേക്കാം. അതായത് നിങ്ങളൊന്ന് ഒരു എന്താ അപ്പ് ആൻഡ് ഡൗൺ സിറ്റുവേഷൻ ഉണ്ടല്ലോ. അതായത് ചില സത്യങ്ങൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള ഉൾക്കൊള്ളാൻ വയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടാവാം. ഒരു ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ നിങ്ങൾ പോയേക്കാം. ഓക്കെ, നിങ്ങളുടെ പല തീരുമാനങ്ങളെയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തേക്കാം. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്തിനാണ് വിളിച്ചു വരുത്തിയത് അല്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും അല്ലെങ്കിൽ പല ഡിസിഷൻസും നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കാം. ഇതൊക്കെ ശരിയായിരുന്നു, ഈ തീരുമാനങ്ങൾ ശരിയായിരുന്നു, അല്ല ഈ തീരുമാനം അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് വറി ചെയ്യേണ്ട വരില്ലായിരുന്നല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നേക്കാം. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഇമോഷണൽ ഡീടോക്സ് സംഭവിക്കും. അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ ആലോചിച്ചതിന് ശേഷം നിങ്ങൾ റിയാലിറ്റി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇമോഷണൽ ഡീടോക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് സത്യം ഏതാണ് തെറ്റ് ഏതാണെന്നുള്ളതിൻ്റെ ആ ഒരു വേർതിരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ അൺകംഫർട്ടബിൾ സിറ്റുവേഷൻ അതെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് എന്തായാലും ഇതൊരു തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് അൺകംഫോർട്ടബിൾ ആകും. ബിക്കോസ് അതങ്ങനെയാണ്, അങ്ങനെ വരും. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങളത് ഉൾക്കൊള്ളുന്ന ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളൊരു കംഫർട്ട് സ്റ്റേജിലേക്ക് വരും. കുറച്ചൊരു പീസ്ഫുൾ ആകാൻ പറ്റും, നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടും. ഓക്കെ, ഇതായിരുന്നു റിയാലിറ്റി. സോ അവിടെയാണ് നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഹീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉൾക്കൊണ്ട് അത് മറക്കുക എന്നുള്ളതല്ല ഹീലിംഗ്. ഇതായിരുന്നു സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതൊരു ടെമ്പററി മെൻ്റൽ റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു റിയാലിറ്റി ഉൾക്കൊള്ളുന്ന സമയത്ത് നിങ്ങളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഫുൾ ടൈം നിങ്ങൾക്ക് ഈ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആയിരിക്കത്തില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറി നിങ്ങൾക്ക് ഒരു പീസ്ഫുള്ളായിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ്. നിങ്ങൾ സ്റ്റേബിളായിട്ട് ജീവിക്കാനുള്ള, സേഫായിട്ട് ജീവിക്കാനായിട്ടൊക്കെ ഉള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, അവിടെ അതിനുവേണ്ടി നിങ്ങൾ ഇമോഷണൽ കൺസിസ്റ്റൻസി എന്ന് പറയും. അതായത് നമുക്ക് ചില ആളുകൾക്ക് 2 ദിവസം സന്തോഷമാണെങ്കിൽ പിന്നെ 10 ദിവസം വിഷമമായിരിക്കും, പ്രത്യേകിച്ച് റീസൺ ഒന്നും കാണില്ല. സോ അങ്ങനെ അല്ലാതെ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസ് കീപ്പ് ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്ട്രെസ്ഡ് ആവാതെ, ഒരുപാട് വിഷമിക്കാതെ, ഓവർ എക്സൈറ്റഡ് ആവാതെ എല്ലാത്തിനും ഒരു ബാലൻസ് കൊണ്ട് നടക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്താ പറയുക, സെക്യൂർഡായിട്ട്, മെൻ്റലി സെക്യൂർഡായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെപ്പോഴും ഒരു ലോങ് ടേമിലേക്ക് നോക്കുക. കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഈ ഒരു എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ ഇരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഇവരിങ്ങനെ ചെയ്തല്ലോ അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാം. പക്ഷേ നിങ്ങൾ ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഇപ്പം നിങ്ങൾ ചിലവാക്കുന്ന എനർജി എന്ന് പറയുന്ന ഈ കാര്യങ്ങളിലാണെങ്കിൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് പശ്ചാത്താപം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോഴും ലോങ് ടൈമിലേക്ക് നോക്കണം. ലോങ് ടൈമിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഔട്ട്കം വേണമെങ്കിൽ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും അതിന് വേണ്ടി ചെയ്യണം. സോ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എനർജി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എനർജി കുറേ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ഒരു വ്യക്തി. അതായത് അവർ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എനർജി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സമാധാനം എന്ന് പറയുന്ന കാര്യം ചൂസ് ചെയ്യുക. നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു റീഡിങ് കണ്ടിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ
നിങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു ഒക്കെ ചെയ്തു, സ്റ്റിൽ ഇപ്പോഴും അവരെക്കുറിച്ചുള്ള മെൻ്റൽ ഡിസ്റ്റർബൻസുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ ബേർഡൻ ഇതുവരെ ഇറക്കി വെച്ചിട്ടില്ല. അവർ അവരുടെ ലൈഫ് നോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്തു, നിങ്ങൾ ഇതുവരെയും മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഈ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു മെൻ്റൽ കെയോസ് ഉണ്ടാവും. അതിനുശേഷം നിങ്ങളൊരു പീസ്ഫുൾ ലൈഫിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അതോ നിങ്ങൾ ഈ എനർജി തന്നെ ഇങ്ങനെ തുടരണോ, ഇവരെക്കുറിച്ച് ആലോചിച്ച് ലൈഫ് മുന്നോട്ട് കളയണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇതൊരു ഗൈഡൻസ് മാത്രമാണ്. ടാരോ ട്രീഡിംഗ് എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ലോങ് ടേമിലേക്ക് നോക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന മെസ്സേജ്. കാരണം ലോങ് ടേമിൽ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റാരും തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങിൽ കാണാം.